മലയാളം ഇൻഫോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മലയാളത്തിൻ്റെ ഭാവഗായകൻ പി ജയചന്ദ്രൻ അന്തരിച്ചു. അർബുദ രോഗ ചികിത്സയിലായിരിക്കെയാണ് അദ്ദേഹം അന്തരിച്ചത്. തൃശ്ശൂരിലായിരുന്നു ശ്രീ ജയചന്ദ്രൻ്റെ അന്ത്യം. നിരവധി ഭാഷകളിൽ പി ജയചന്ദ്രൻ ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട്. ഇതിൽ മുഖ്യമായും മലയാളം, തമിഴ്, കന്നഡ, തെലുങ്ക് എന്നീ ഭാഷകളിലാണ് അദ്ദേഹം ഗാനങ്ങൾ ആലപിച്ചിട്ടുള്ളത്. ജയചന്ദ്രൻ ഒരാഴ്ചയിലധികമായി ആശുപത്രിയിലായിരുന്നു. വീട്ടിൽ പോകണമെന്ന ആഗ്രഹം കൊണ്ട് ഇന്നലെ വീട്ടിലേക്ക് വന്നെങ്കിലും ഇന്ന് വൈകിട്ടോടെ അസുഖം മൂർച്ഛിച്ചതിനെ തുടർന്ന് അദ്ദേഹത്തെ വീണ്ടും ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. ഇന്ന് മോർച്ചറിയിൽ സൂക്ഷിച്ചതിന് ശേഷം നാളെ ഉച്ചവരെ പൂങ്കുന്നത്തെ വീട്ടിൽ പൊതുദർശനത്തിന് വയ്ക്കും. പാലിയത്ത് തറവാട്ടിലാണ് ശ്രീ ജയചന്ദ്രൻ്റെ അന്തിമ സംസ്കാരം നടക്കുന്നത്. മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി രാസാത്തി ഉന്നെ കാണാതെ നെഞ്ചം എന്ന തമിഴ് ഗാനം രാജീവ് നയനെ നീ ഉറങ്ങൂ, മറന്നിട്ടും എന്തിനോ, നിൻമണിയറയിലെ കാട്ടുകുറിഞ്ഞി പൂവും തേടി, ഹർഷബാഷ്പം തൂകി, കരിമുകിൽ കാട്ടിലെ തുടങ്ങിയ നിരവധി ഗാനങ്ങൾക്ക് തൻ്റെ ഭാവസൗന്ദര്യത്താൽ നിത്യഹരിതമാക്കിയ ഗായകനാണ് ശ്രീ പി ജയചന്ദ്രൻ. JC ഡാനിയൽ അവാർഡ്, 4 തവണ തമിഴ്നാട് സർക്കാരിൻ്റെ പുരസ്കാരം എന്നിവയും അദ്ദേഹം കരസ്ഥമാക്കിയിട്ടുണ്ട്. ജയചന്ദ്രൻ്റെ പ്രസിദ്ധമായ 2 താരാട്ടുപാട്ടുകളിൽ ഒന്നാണ് രാജീവ് നയനെ നീ ഉറങ്ങൂ. രണ്ടാമത്തേത് ഒന്നിനി ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലെ. ഈ താരാട്ടുപാട്ടുകൾ മലയാളികളുടെ മനസ്സിൽ ആഴ്ന്നിറങ്ങിയ 2 പാട്ടുകളാണ്. ഒന്നിനി ശ്രുതി താഴ്ത്തി എന്ന പാട്ടിൻ്റെ ഗാനം ONV കുറുപ്പ് എഴുതി ദൂരദർശനിൽ സംപ്രേഷണം ചെയ്തിരുന്ന ഗാനമാണ്. 1944 മാർച്ച് 3 എറണാകുളം ജില്ലയിലെ രവിപുരത്ത് ഭദ്രാലയത്തിലാണ് പി ജയചന്ദ്രൻ ജനിച്ചത്. രവിവർമ്മ കൊച്ചനിയൻ തമ്പുരാൻ്റെയും പാലിയത്ത് സുഭദ്ര കുഞ്ഞമ്മയുടെയും 5 മക്കളിൽ 3ാമനായിരുന്നു ജയചന്ദ്രൻ. കാലക്രമേണ കുടുംബം ഇരിങ്ങാലക്കുടയിലേക്ക് താമസം മാറ്റി. 1973 തൃശ്ശൂർ സ്വദേശിയായ ലളിതയെ വിവാഹം കഴിച്ചു. ജയചന്ദ്രൻ 2 മക്കളാണ് ഉള്ളത്, ദീനനാഥും ലക്ഷ്മിയും. മകനും ഏതാനും സിനിമകളിൽ ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട്. മലയാള വാർത്തകൾ അറിയാൻ മലയാളം ഇൻഫോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നന്ദി, നമസ്കാരം. ശ്രീ ജയചന്ദ്രൻ്റെ